ആ വീട്ടിൻ്റെ അകത്ത് ഞാൻ ഇനി താമസത്തിനായിട്ട് വരത്തില്ല. 2-3 പോലീസുകാരെയും വിട്ട് അവിടെ ചെന്ന് എൻ്റെ സാധനം എടുക്കാനായിട്ട് അങ്ങ് പറഞ്ഞു വിട്ടു വീട്ടിൽ. അവിടെ ചെന്നപ്പോഴും ഒരു വിധത്തിൽ ഒന്നും തരൂല, ചേട്ടനെ ഞാൻ കൂടെ താമസിക്കണം, ആ രീതിയിൽ സംസാരിച്ച്. പിന്നെ വാടക വീടൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് സമ്മതിച്ച്. വീണ്ടും സ്റ്റേഷനിൽ വന്ന് സമ്മതിച്ചിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മൂത്ത മോന് പനിയും ഛർദിലൊക്കെ ആയിട്ട് നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഒരു ദിവസം തന്നെ 5-6 പ്രാവശ്യം കൊണ്ടുപോയിട്ട് കുറവില്ല. അങ്ങനെ അവർ SAT വിട്ടായിരുന്നു. അവിടെ ചെന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ എങ്ങനെയോ ചേട്ടൻ അറിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്നു. കറണ്ടില്ല, അങ്ങനെ എന്നെ കൊണ്ടുപോയി കഷ്ടപ്പെടുത്തുക എന്നുള്ള രീതിയിൽ ഒരു കിണറ അങ്ങനെ ഒരു സൗകര്യം കറണ്ടോ ഒന്നും ഇല്ലാത്ത ഒരു വീടെടുത്ത് അമ്മാവിയും ഈ ചേട്ടനും കൂടെ പോയാണ് നോക്കിയെടുക്കുന്നത്. വെള്ളം കോരണമെങ്കിൽ 10 കിലോമീറ്റർ അകലെ പോകണം. 10 കിലോമീറ്റർ അകലെ പോകണം വെള്ളം എടുക്കണമെങ്കിൽ. അത്രയ്ക്ക് ഒരു കുന്ന് പോലെ ഒരു സ്ഥലം അവിടെ. അപ്പോഴും എന്നിട്ട് ഈ ചേട്ടന് മനസ്സ് തോന്നിയില്ല. 10 കിലോമീറ്ററിൽ വെള്ളം കോരാൻ നടന്നു പോവുമായിരിക്കും. ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായിരുന്നാലും കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞ്. അപ്പോഴേ ഈ ചേട്ടനൊന്നും മനസ്സ് വന്നില്ല, എന്നെ അവിടെ കൊണ്ടുപോയില്ല. എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിച്ചതേ ഉള്ളൂ, അങ്ങനെ കൊണ്ടുപോയില്ല. എന്നിട്ടും പിന്നെ നിരന്തരമായിട്ട് ഇങ്ങനെ ഫോൺ വിളിച്ചുകൊണ്ട് പറഞ്ഞ് അങ്ങനെ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് കുഞ്ഞുങ്ങളെ വേണ്ടെന്നുണ്ടെങ്കിൽ നീ പോ, കുഞ്ഞുങ്ങളെ ഇനി തരാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ തരൂല എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ഇതിങ്ങനെ ചെറുതിലെ ഇങ്ങനെ കണ്ണിന് ശകലം കാഴ്ച കുറവുണ്ടായിരുന്നു. അപ്പം ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ച് എൻ്റെ കൊച്ചുങ്ങളിനി നാളൊരു കാലം പറയുമല്ല, എൻ്റെ കൂടെ ജീവിക്കണേക്കാളും അച്ഛൻ്റെ കൂടെ പോയാൽ നല്ലതായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു. അമ്മ എന്തിന് ഞങ്ങൾ ആ ഒരു ഇത് ചിന്തിച്ചപ്പോഴും ഞാൻ പറഞ്ഞ് ചേട്ടന് ഞാൻ പിള്ളേരെ തരാം, ഞാൻ വരൂല എന്ന് പറഞ്ഞു. പിന്നെ 3-4 മാസത്തോളം ഒരു പ്രശ്നവും ഇല്ല, മദ്യപിക്കാനൊന്നും പോവില്ല, സ്വന്തം കാര്യം നോക്കി വെട്ടാനൊക്കെ പോയിട്ട് വന്ന് റോഡിൽ പോയി വല്ല ചായ എല്ലാം കുടിക്കും. സന്ധ്യയ്ക്കും അങ്ങനെ തന്നെ ഇറങ്ങിപ്പോയി 5 മിനിറ്റ് ആകുന്ന മുമ്പ് വീട്ടിൽ വരുമായിരുന്നു. വീട്ടിൽ വന്ന് പിന്നെ ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പ്രത്യേകമായി അവരും അമ്മയും പ്രത്യേകമായി ഒരു വീട്ടിൽ തന്നെ 2 കിച്ചണൊക്കെ വെച്ച് കെട്ടി അങ്ങനെ വീടിനെ 2ആയിട്ട് തിരിച്ച് അങ്ങനെ അച്ഛൻ തന്നെ ഇതെല്ലാം ചെയ്യിച്ചത്, ചേട്ടൻ്റെ അച്ഛൻ. അങ്ങനെ എല്ലാം നല്ല ഇതായിട്ട് പോയി. അപ്പോൾ പിന്നെ വഴക്കൊന്നും കൂടാൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ ഒന്നും എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരണതൊന്നും ഈ അമ്മാവിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞ് എനിക്ക് ബാത്റൂമിൽ പോയിക്കൂടാ, അവരെ ബാത്റൂമിൽ കയറിക്കൂടാ, അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു ഈ അമ്മാവി. അപ്പോഴും ഒരു ദിവസം ഇതേപോലെ തന്നെ രാത്രി പറഞ്ഞ് നീ നിൻ്റെ കൂട്ടുകാരന്മാർക്കെല്ലാം എന്നെ വിറ്റ് പണം ഉണ്ടാക്കിയല്ലേ ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അന്ന് ഈ ചേട്ടൻ അമ്മേനെ അടിക്കാനായിട്ട് പോയതാണ്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ അടിക്കരുതെന്നും പറഞ്ഞ് ഇനി പിടിച്ചോണ്ട് ഇനി പോന്നു. എന്നിട്ടും ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്ന സമയത്താണ് ഈ അടുക്കള മാത്രമേ 2 ആക്കിയുള്ളൂ, ബാക്കിയെല്ലാം കോമൺ ആയിട്ട് തന്നെ ഇല്ല അവർക്ക് പ്രത്യേകം ഒരു മുറിയും ഒരു കിച്ചണായിട്ട് കൊടുത്തിട്ട് ആ മുറിയിലോട്ട് കിടക്കണ വാതിലെല്ലാം ഇളക്കി മാറ്റിട്ട് അവിടെ അടച്ച് നമ്മൾ വെളിയിൽ പുറത്തിറങ്ങിയാൽ മാത്രമേ പരസ്പരം കാണാൻ പറ്റുള്ളൂ, ഈ വീടിനകത്ത് വെച്ച് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ജൂലൈ 23-ാം തീയതി ഈ പൊടിക്കൊച്ചുങ്ങൾ എവിടെ ആയിരുന്നു? ഈ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമ്പം മുറിയിലുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഈ കത്തി ഉടനെ ഇറങ്ങി വെളിയിൽ ചാടിയായിരുന്നു. അങ്ങനെ വെളിയിൽ ചാടിയപ്പം ഈ അമ്മാവി ആ പൈപ്പിന്റെ മൂട്ടിൽ തന്നെ ചൂലിട്ട് കഴുകിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് നീ ചാകാനല്ലേ ചെയ്തത്, ചാകെന്നും പറഞ്ഞ് ഇവർ നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ തീ ആളി കത്തുന്നത് കണ്ടപ്പോൾ ഞാൻ ഇട്ടിരുന്ന നൈറ്റ് വലിച്ചു കീറിയതാണ് കൈ പൊള്ളിപ്പോയത്. അങ്ങനെ മൂത്ത ചേട്ടൻ്റെ പെണ്ണാണ് വെളിയിൽ എന്തോന്ന് തുണി അലക്കാനായിട്ട് ഇറങ്ങിയപ്പോഴും കണ്ട് അങ്ങനെ അവരാണ് രക്ഷപ്പെടുത്തിയത്. ഉടനെ തന്നെ പിന്നെ ആംബുലൻസിൽ മെഡിക്കലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇവിടെ എന്ന് വെച്ചാൽ അതിനുള്ള ചികിത്സ അത്രയ്ക്ക് കിട്ടിയൊന്നുമില്ല, അതുകൊണ്ട് 25-ാം നമ്പർ വാർഡിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പിന്നെ എന്നെ അവിടെ നിന്ന് അനന്തപുരി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം ഏകദേശം 23 ദിവസത്തോളം അനന്തപുരി ഹോസ്പിറ്റലിൽ ചികിത്സയായിരുന്നു. അപ്പോൾ ഒരുപാട് ബില്ലൊക്കെ ആയി വന്നപ്പോൾ ബില്ല് താങ്ങാൻ പറ്റാതെയൊക്കെ വന്നപ്പോൾ ഞാൻ തന്നെ ഡോക്ടറിനോട് ഇങ്ങനെ പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിച്ചു. അപ്പം എന്നിട്ടും ചേട്ടൻ പറഞ്ഞ് 2 ആഴ്ച കൂടി കിടക്ക്, പുരയിടം വിറ്റായാലും നിന്നെ അന്വേഷിക്കുക, നീ കിടക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് ഏതെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിലെല്ലാം പോകാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു.